അറിഞ്ഞിട്ടും എന്നെ നീ പ്രണയിച്ചു, എന്റെ നൊമ്പരങ്ങൾ കേട്ടും ഒരുപാട് സ്നേഹിച്ചു. പിരിഞ്ഞതെന്റെ എന്നോടകന്നതെന്റെ നിന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അകന്നതിന്റെ വായൻ സഖിയേ വായൻ സഖിയേ. വരും. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെരീഫിനെ കുറിച്ചാണ്. ഷെരീഫിനുള്ള ഒരു ഭീഷണി മെഹനാസിന്റെ. അപ്പോ ആ വീഡിയോ ഞാൻ രാവിലെ കണ്ട്. അപ്പൊ ഞാൻ കടയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ വീഡിയോനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ മെഹനാസിനെ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മെഹനാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. അറിയുന്നത് തന്നെ റിഫയുടെ ഒരു മരണത്തെ സംബന്ധിച്ചിട്ടാണ്. ആ സമയത്താണ് നമ്മൾ മെഹനാസ് ആരാണെന്നും റിഫ ആരാണെന്നും ഒക്കെ നമ്മൾ അറിയുന്നത് തന്നെ ആ മരണത്തെ കുറിച്ച് പുറത്തു വന്നപ്പോഴാണ്, മരണം സംബന്ധിച്ച് അറിഞ്ഞപ്പോഴാണ്, വീഡിയോ വന്നപ്പോഴാണ്, അങ്ങനെ ന്യൂസിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത് തന്നെ. ഈ വ്യക്തിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് അവന് നല്ല ഹൈ റീച്ചിലൊക്കെ ആയി, അങ്ങനാണ്ട് പോയി. പിന്നെ എന്താ പറയാ, എയറിൽ കയറി, പിന്നെ സെയറിൽ കയറി, അങ്ങനാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് സഫനെ കല്യാണം കഴിക്കുന്നത്. അപ്പോ സഫനെ കല്യാണം കഴിച്ചപ്പോഴും ഇപ്പോഴും വീണ്ടും എയറിൽ കയറിക്കൊണ്ടിരിക്കണം. കർമ്മ എന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആ സംഭവം എന്തായാലും ദുനിയാവിൽ തന്നെ നമുക്ക് തിരിച്ചടി തന്നുകൊണ്ടിരിക്കും അല്ലെ. അതൊക്കെ പോട്ടെ, എന്തായാലും വേണ്ടില്ല. ഷെരീഫിനെ ഏത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതെന്ന് എന്താ പാട്, സുഖല്ലേ? ഇന്നലെ എനിക്ക് മെഹനാസ് ഒരു കമന്റ് ഇട്ടിരുന്നു. ഞാൻ അവനിക്ക് എതിരെ ചെയ്ത വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇട്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, പിന്നെ ഇതിന്റെ മറുപടി ഞാൻ തരുന്നുണ്ട്, ശരിയാക്കി തരട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഇന്ന് എനിക്ക് വേറെ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് അവൻ തന്ന മറുപടിയുടെ ലിങ്ക് എനിക്ക് വിട്ടിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോസ് കണ്ടില് അതില് എനിക്ക് ബാധകമായിട്ടുള്ള ഒരുപാടൊന്നുമില്ല. എന്നാൽ എവിടേക്ക് ചെറുതായിട്ട് ടച്ച് ചെയ്യുകയും ചെയ്തേക്കണു. പക്ഷെ അവൻ അപ്ലോഡ് ചെയ്ത യൂട്യൂബിന്റെ വീഡിയോയുടെ കവർ ഫോട്ടോയിൽ എന്നെ വലുതാക്കിയിട്ട് കൊടുക്കും ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്തായാലും നോക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്, എന്താ അവൻ പറയുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എന്താ അവൻ പറയുന്നത്. അപ്പോ മെഹനാസ് എന്താണ് ഷെരീഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു വാക്കുകൾ നമുക്ക് കേട്ടോക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്ററുകൾ കാണുന്നുണ്ട്, കുറെ പോസ്റ്ററുകൾ വരുന്നുണ്ട്, കണ്ണുണ്ടേ കാണും. അപ്പം മറ്റുള്ള പോസ്റ്റ് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് വരുന്നുണ്ട്. ഒരുപാട് മെഹനാസിനെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഒരുപാട് പിന്നെ എന്താ പറയാ, പരിഹസിച്ചിട്ട് പിന്നെ റീൽസ് ആയിട്ട് ഇടുന്ന വീഡിയോസ് ഉണ്ട്. ഒക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാല്, അന്നത്തെ കാലത്ത് റിഫന്റെ ഒരു വേദന ഇപ്പൊ അവൻ പറയുന്നുണ്ട്, ഇത് വീഡിയോ തന്നെ പറയുന്നുണ്ട്. അവസ്ഥ, വേദന, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്കും ഇനി ഒരു സന്ദർഭം വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കും പറയാനുള്ളത്, വേദന എന്നുള്ളത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ മറ്റുള്ളവരുടെ വേദന നമുക്കൊരു പ്രഹസനായിട്ടേ തോന്നുള്ളൂ. ഒരു 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 സംഭവം ആയിട്ട് വലിയതും തോന്നുള്ളൂ, ഒരു തമാശ, ഒരു ഇതുപോലെ തോന്നുള്ളൂ. ആ സാഹചര്യം അല്ലെങ്കിൽ ആ അവസ്ഥ നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ സീരിയസ് മനസ്സിലാവുക. അപ്പൊ നമുക്ക് തുടർന്ന് കേൾക്കാം. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നിനക്കൊരു ദിവസം മനസ്സിലാകുന്ന ഒരു ഡേ വരും. ഐ ആം വെയിറ്റിംഗ്. അപ്പൊ ഞാനും എന്താ പറയാ, പബ്ലിക് നീ അറിയിക്കൂല, അറിയാം. പക്ഷെ എങ്ങനെ ആയാലും അതെന്താ അങ്ങനെ ഒരു സംസാരം പബ്ലിക്കിന്? അതെ, അതെന്താ അങ്ങനെ സംസാരം എന്നുവെച്ചാല്, നീ അറിയിക്കില്ല എന്നറിയാം. അപ്പൊ ഞാൻ എടുത്തിട്ട് എങ്ങനെയെങ്കിലും എടുത്തിട്ട് ഞാനും പബ്ലിക് ചെയ്ത് ഇതേപോലെ നിന്നെ നാറ്റിക്കണ്ട് എന്നാണ് മെഹനാസ് പറയുന്നത്. അതായത് ഷെരീഫിനും ഇതുപോലൊരു അവസ്ഥ വരും. അപ്പൊ ഷെരീഫ് അതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാന്, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെ സംഭവം. ഓക്കെ, അപ്പൊ ഷെരീഫ് എന്ന് പറഞ്ഞാൽ, ഷെരീഫ് നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഫാമിലി ഫ്രണ്ടിനെ പോലെയാണ്. നമ്മളായിട്ട് സംസാരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഷെരീഫിനോട് ചോദിക്കലും പറയലും ഒക്കെ ഉണ്ട്. പക്ഷെ ഷെരീഫിന്റെ പേഴ്സണാലിറ്റി നമുക്ക് അറിയുന്നതാണ്. മെഹനാസിന്റെ നമ്മൾ ഈ പബ്ലിക്കിന് മുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു വൈഫിനെ ഏതൊരു അവസ്ഥയിലാണ് അങ്ങനെ വിട്ടതെന്നും അത് ഏതെന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല, റബ്ബ് തീരുമാനിക്കട്ടെ. പല രീതിയിൽ മൂടി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മൂടി വെക്കാൻ പറ്റും. പക്ഷെ അത് ദുനിയാവിന് തന്നെ അത് കിട്ടിയിട്ട് അത് പടച്ചോന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. പണ്ടല്ല കാലം കൊണ്ട് ഇപ്പൊ ഉടനെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഷെരീഫിനും വരും എന്ന് പറഞ്ഞാൽ, ഷെരീഫിനെന്ന് മാത്രമല്ല ഇങ്ങനെ ചെയ്തവർക്കൊക്കെ വരും ചിലപ്പം. അതാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഷെരീഫിന് കമന്റ് ഇട്ടിരിക്കുന്നത് എന്താണ്, നിനക്ക് ഞാൻ തരാട്ടോ എന്നാണ്.
അപ്പൊ അതാണ് ഇപ്പൊ ഈ വീഡിയോ കൂടെ പറയുന്നത്. ഞാൻ അറിയിക്കുക. ഇപ്പൊ ഞാനായാലും ശരിയല്ല, ഇന്നെ പോലത്തെ വീഡിയോ ചെയ്യുന്ന വേറൊരാളായാലും ശരി, ആർക്ക് വേണ്ടിയാ ഈ സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരാണെങ്കിലും പബ്ലിക്കിനെ നീ അറിയിക്കൂല, അത് എനിക്കറിയാന്ന് ഇജ്ജ് പറഞ്ഞില്ലേ, അതാണ് ഒരു മനുഷ്യന്റെ മിടുക്ക്. അതെനിക്കറിയില്ല. ഈ വിചാരിക്കുന്ന ക്വാളിറ്റി എന്താ അറിയോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പബ്ലിക്കിനെ അറിയിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, സോഷ്യൽ മീഡിയയിൽ കൊടുന്നിടുക. ഇതാണ് ഏറ്റവും അഭിമാനത്തോടുള്ള സംഭവം. ഈ സ്വന്തം വീട്ടിൽ നടക്കുന്ന, അതല്ലെങ്കിൽ സ്വന്തം മറ്റേ ഭാര്യ ആയാലും ഉമ്മയായാലും പെങ്ങളായാലും വാപ്പയായാലും ആരെങ്കിലും ആയിട്ട് ഒരു ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂ പുറത്തു വന്ന് പറയാത്തവര് ഒന്നിനും കൊള്ളാത്തവരാന്നാണ്. അങ്ങനെയാണ് മെഹനാസ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മെഹനാസെ, അന്നൊക്കെ വിഡ്ഢികളുടെ ലോകത്തെ ഞങ്ങൾക്ക് കൂട്ടാൻ കഴിയുള്ളൂ. ഈ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കി കൊണ്ട് നടക്കുക, പ്രത്യേകിച്ചൊരു കുടുംബത്തില് എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നിലനിർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ ക്വാളിറ്റി ഉള്ളവരെ അത് സിമ്പിളാക്കി ഈ പറഞ്ഞില്ലേ, അതിനെതിരെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മറുപടി. എന്തായാലും ഞാൻ എന്റെ മനസ്സിലാക്കിയ വേദന. ചങ്ങായി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടല്ലേ ആൾക്കാർ ഇത് കണ്ടിട്ട് റോസ്റ്റ് ചെയ്യുന്നത്? അപ്പം അതിന് അധികാരം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അവര് അത് പറയുമ്പോ മാത്രം നിനക്ക് ചൂടാവുക, അവരെ ഭീഷണിപ്പെടുത്തുക, കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് എന്ന് നീ പറയുന്നത് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം കൊടുത്തിട്ട് നീ തള്ളാളല്ലോ. നമ്മളെ പല വികാരങ്ങളും, നമ്മളെ പല വിചാരങ്ങളും, നമ്മളെ അവസ്ഥകളും നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനുള്ളതല്ല, നമ്മൾ ഒതുക്കി വെക്കാനുള്ളതാണ്. അതിങ്ങനെ ചിലപ്പം കാണിക്കുമ്പോൾ അതിന് മുമ്പ് നീ കാണിച്ചിട്ടുള്ള പല എന്താ പറയാ, നിന്റെ ഫീലിങ്സും മറ്റുള്ളതും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. റിഫന്റെ മരണത്തിന് ശേഷം നീ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും മറ്റുള്ളവർ കണ്ടിട്ടുള്ളതാണ്. അന്നൊന്നും നിനക്കില്ലാത്ത ഒരു പകരം വീട്ടിൽ എന്തിനാണ് സഫ പോയപ്പോ ഇങ്ങനെ ഒരു അവിഹിതത്തെ പറ്റി പബ്ലിക് ആക്കിയപ്പോ ഇങ്ങനെ ഒരു സംഭവം ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം? പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 വീഡിയോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മെഹനാസ് ഭീഷണിപ്പെടുത്തി ചിലപ്പോ ഇനിയും ഭീഷണിപ്പെടുത്തി വെക്കാറോ. പക്ഷെ ഞാൻ ഭീഷണിപ്പെടുത്തിയ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ പബ്ലിക്കിന്റെ മുന്നിൽ വരുന്ന വീഡിയോസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇടുന്ന, എല്ലാവർക്കും എല്ലാം എങ്ങനെയും ചെയ്യാന്നല്ല. നമ്മൾ കല്യാണം കഴിക്കുന്ന എന്തിനാണ്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ അവളെ കൊണ്ട്, അതായത് അവസ്ഥ പാവപ്പെട്ട സ്ത്രീകളെ അല്ല പെൺകുട്ടിനെ അവർക്കൊരു ജീവിതം കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് അധ്വാനിപ്പിച്ച്, ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോ, അത് ഞാൻ എന്റെ ഇഷ്ടം കൂടിയിട്ടാണ്. അപ്പം അങ്ങനെ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ക്യാഷ് കൊണ്ട് ഞാൻ തന്നെയാണ് ചെലവാക്കുന്നത്. അത് വേറെ കാര്യം. ഞാൻ പക്വത വെച്ച് മെച്യൂരിറ്റി വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കും എന്റെ ഭർത്താവും കൂടെ ഒപ്പം ഇതായിട്ടാണ്. അപ്പൊ ഇന്ന് വെച്ചിട്ട് എന്റെ ഭർത്താവിനെ എന്നെ ദ്രോഹിക്കുക, മറ്റുള്ള രീതിയിൽ എന്റെ പൈസ പിടിച്ച് വാങ്ങിയിട്ട് ഇതാക്കുക, അങ്ങനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ റിഫന്റെ കാര്യത്തിൽ അങ്ങനല്ലല്ലോ. പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് പല പരസ്യങ്ങൾക്ക് നിർത്തിയിട്ടും അവളെ റീൽസിൽ നിർത്തിയിട്ടും, കാണാൻ സുന്ദരിയാണ്, അങ്ങനെയൊക്കെ നിർത്തിയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എടുത്തിട്ട് ലഹരി അടിച്ചിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഭർത്താവ്. രണ്ടാമത്തെ ആളെയും കൊണ്ടുവന്നു, അവളെയും ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നു, അവളെ കൊണ്ടും വീഡിയോ ചെയ്യിപ്പിച്ചു, അതേപോലെ അവളെ റീച്ച് ആക്കി വിട്ടു. അവളും ആണ്ട് എന്താണ് സെറ്റപ്പ് എന്ന് അതിന്റെ സെറ്റിങ്സും മനസ്സിലാക്കി അവള് ഏത് രീതിയിൽ പോയാലും എങ്ങനെ ആവണം. പക്ഷെ റിഫനെ പോലെ വെള്ളം കുടിക്കാനോ ഒറ്റ കുടിക്കാനോ ഇല്ലാത്ത പാവപ്പെട്ടവളല്ലായിരുന്നു സഫ. അതുകൊണ്ട് തന്നെ റിഫ ഒതുങ്ങിയ മാതിരി സഫ ഒതുങ്ങൂല. അവള് കിട്ടിയ ചാൻസ് മുതലാക്കി നല്ല ഡോസ് കൊടുത്തു അവൾ അങ്ങോട്ട് പോയി. ഇപ്പൊ ഒന്ന് നീ പറയുന്നുണ്ടെങ്കിൽ 10 അവൾ അപ്പുറം നിന്ന് പറയും. അതിന് താക്കത്തുള്ളവളാണ്, ശക്തിയുള്ളവളാണ്. അത് ശക്തി കൊടുത്താരാ? പടച്ച റബ്ബാണ്. ശരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ കൊടുക്കുന്നോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇത് നോക്കിയിട്ടാവും അതിന് തിരിച്ചടി നമുക്ക് കിട്ടുക. അത് നമ്മൾ താങ്ങേ പറ്റൂ. അതാണ് പറഞ്ഞത് കർമ്മം എന്ന് പറഞ്ഞത് തിരിച്ചടിക്കും, ഉറപ്പാണ്.